അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ പ്രീമിയമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അതുപോലെ ആന്യൂറ്റി എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ടേംസൊക്കെ എന്തൊക്കെയാണ്, ബോണസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എന്താണ് ബോണസ്, അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്പോൾ അത് ഏത് രീതിക്കാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് എടുക്കുന്ന ആളും തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് ഇൻഷുറർ എന്നും ഇൻഷുറൻസ് എടുക്കുന്ന ആളിനെ ഇൻഷുവേർഡ് എന്നും പറയാം. എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ഇൻഷുവേർഡ് ആൻഡ് ഇൻഷുറർ. ഇവിടെ ഇൻഷുറൻസ് കമ്പനിക്ക് എന്താണ് കിട്ടുന്നത്? ഇൻഷുറൻസ് കമ്പനിക്ക് റിട്ടേൺ ആയിട്ട് പ്രീമിയമാണ് കിട്ടുന്നത്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി അഥവാ ഇൻഷുവേർഡ് അടയ്ക്കുന്ന പ്രീമിയമാണ് ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിക്കുന്നത്. ദെൻ ആ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യം, അതായത് ഏതെങ്കിലും ഒരു ഇവൻറ്റ് ലൈക്ക് ആക്സിഡൻറ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കാലാവധി പൂർത്തിയാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി തിരിച്ച് ഇൻഷുവേർഡിന് ക്ലെയിം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിക്കുന്നത് പ്രീമിയവും തിരിച്ചു കൊടുക്കുന്നത് ക്ലെയിമുമാണ്. ഓക്കെ, സോ മേജറായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണുള്ളത്, ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. സോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എയ്തർ ഡെത്ത് ഓർ ദ എക്സ്പയറി ഓഫ് ദി ടേം, ഒന്നുകിൽ അദ്ദേഹം മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാക്കുമ്പോഴോ ഇദ്ദേഹത്തിന് ക്ലെയിം കിട്ടാൻ അർഹതയുള്ള രീതിക്ക് എടുക്കുന്ന ഇൻഷുറൻസാണ് ലൈഫ് ഇൻഷുറൻസ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആക്സിഡൻറ്റ്, ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് വെച്ചിട്ട് ആ ഇവൻറ്റ് ഒക്കോർ ചെയ്താൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുക്കും എന്ന രീതിക്ക് ഇൻഷുറൻസ് എടുക്കുന്ന മറ്റെല്ലാ ടൈപ്പ് ഓഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസാണ്. ഓക്കെ, ഈ ലൈഫ് ഇൻഷുറൻസിന് പറയുന്ന മറ്റൊരു പേരാണ് അഷ്വറൻസ്, അതായത് ഉറപ്പാണ്. അഷ്വറൻസ് മീൻസ് ഉറപ്പാണ്. സാധാരണ ഇൻഷുറൻസിനെ അഥവാ ജനറൽ ഇൻഷുറൻസിനെ നമ്മൾ ഇൻഷുറൻസ് എന്നേ പറയുന്നുള്ളെങ്കിലും ലൈഫ് ഇൻഷുറൻസിനെ നമ്മൾ അഷ്വറൻസ് എന്ന് പറയുന്നുണ്ട്. കാരണം അത് കൂടുതൽ ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും എന്ത് ചെയ്യണം, അതിൻ്റെ പ്രീമിയം കൊടുക്കേണ്ടി വരും. കാരണം പ്രീമിയം അല്ല, ക്ലെയിം ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടി വരും. കാരണം എന്താ, ഒന്നെങ്കിൽ ആൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് മുന്നേ തന്നെ കാലാവധി പൂർത്തിയാവുകയോ ചെയ്യും. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ അഷ്വറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ലൈഫ് ഇൻഷുറൻസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ ഹോൾ ലൈഫ് പോളിസി, എൻഡോമെൻറ്റ് ലൈഫ് പോളിസി ആൻഡ് ആന്യൂറ്റി കോൺട്രാക്റ്റ്, അതുപോലെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് പോളിസി എന്ന രീതിക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഹോൾ ലൈഫ് പോളിസി? അതായത് ഈ ഹോൾ ലൈഫ് പോളിസി എന്ന് പറയുന്നത് ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അയാൾ എന്ത് ചെയ്യണം, പ്രീമിയം അടയ്ക്കണം. സോ അവിടെ എക്സ്പയറി ഓഫ് ദി ടേം ഇല്ല. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാൾക്ക് ഇൻഷുറൻസ് ക്ലെയിം, അയാളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അത്തരത്തിലുള്ള പോളിസിയാണ് ഹോൾ ലൈഫ് പോളിസി. സോ ഇൻ ഹോൾ ലൈഫ് പോളിസി ദ ഇൻഷുർഡ് ഹാസ് ടു പേ പ്രീമിയം അൻറ്റിൽ ഹിസ് ഡെത്ത്. അടുത്ത് വന്നിട്ട് എൻഡോമെൻറ്റ് ലൈഫ് പോളിസി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എൻഡോമെൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത് ഒന്നുകിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാവുകയോ ചെയ്യുന്ന സമയത്ത് ക്ലെയിം കിട്ടും എന്നുള്ളതാണ് എൻഡോമെൻറ്റ് ലൈഫ് പോളിസി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? എന്താണ്, ഹോൾ ലൈഫ് പോളിസിയിൽ കാലാവധി പൂർത്തിയാകൽ എന്നൊരു കാര്യമില്ല, മരണം മാത്രം പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണം, പ്രീമിയം അടച്ചുകൊണ്ടേ ഇരിക്കണം. എന്നാൽ എൻഡോമെൻറ്റ് ലൈഫ് പോളിസി അങ്ങനെയല്ല, അതിനൊരു കാലാവധി കൂടി ഉണ്ടായിരിക്കും. 10 വർഷം അല്ലെങ്കിൽ 20 വർഷം എന്ന ഒരു കാലാവധി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ 20 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ ക്ലെയിം കൊടുക്കും. 20 വർഷത്തിന് ശേഷമാണ് മരണപ്പെടുന്നതെങ്കിൽ 20 വർഷം ആകുമ്പോൾ തന്നെ എന്ത് കിട്ടും, ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുക്കും. ദെൻ ആന്യൂറ്റി കോൺട്രാക്റ്റ്, വർഷാവർഷം ഒരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ഇൻഷുവേർഡിന് നൽകുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റാണ് ആന്യൂറ്റി കോൺട്രാക്റ്റ്. ഇപ്പോൾ LICയിലൊക്കെ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളുണ്ട്. വർഷാവർഷം എന്ത് ചെയ്യും, ക്ലൈമിൻ്റെ ഒരു എമൗണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ബോണസ് ആയിട്ടൊരു എമൗണ്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് എടുത്ത ആൾക്ക് വർഷാവർഷം ഒരു എമൗണ്ട് കിട്ടും.
ദെൻ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് പോളിസി. ഇപ്പോൾ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഈ മെച്യൂരിറ്റി പീരീഡ് കഴിയുന്ന സമയത്ത് ക്ലെയിം ഫുൾ എമൗണ്ട് ഓഫ് ക്യാഷ് ആയിട്ട് ലഭിക്കാം, അല്ലെങ്കിൽ എമൗണ്ട് പാർട്ട്ലി ഇൻ ക്യാഷ് ആൻഡ് പാർട്ട്ലി ഇൻ ദ ഫോം ഓഫ് പെയ്ഡ് അപ്പ് പോളിസി. ഒന്നെങ്കിൽ മെച്യൂരിറ്റി പൂർത്തിയാക്കുന്ന സമയത്ത് ക്ലെയിം ഫുള്ള് ക്യാഷായിട്ട് ലഭിക്കുകയോ, അതല്ലെങ്കിൽ കുറച്ച് ക്യാഷും ബാക്കിയുള്ളത് അടുത്ത ഇൻഷുറൻസിനുള്ള പ്രീമിയമായിട്ട് എടുക്കുകയോ, അതല്ലെങ്കിൽ മൊത്തത്തിൽ പെയ്ഡ് അപ്പ് പോളിസി ആയിട്ട്, അതായത് ക്യാഷായിട്ട് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, അടുത്ത ഇൻഷുറൻസിലേക്കുള്ള പ്രീമിയമായിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിക്ക് ബെനിഫിറ്റ് പല രീതിക്ക് കൊടുക്കുന്ന ഇൻഷുറൻസാണ് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് പോളിസി. ദി സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഹാസ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി. നിയമപരമായിട്ട് അഥവാ നിയമപരമായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണ്? ഒന്ന് രജിസ്റ്റർ ഓഫ് പോളിസീസ്, അതായത് എത്ര പേര് ഏതൊക്കെ തരം ഇൻഷുറൻസ് പോളിസീസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രജിസ്റ്ററാണ്. രജിസ്റ്റർ ഓഫ് ക്ലെയിംസ്, എത്രത്തോളം ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററാണ്. ദ രജിസ്റ്റർ ഹാസ് ടു കീപ് ക്ലെയിംസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി. നെക്സ്റ്റ്, രജിസ്റ്റർ ഓഫ് ഇൻഷുറൻസ് ഏജൻറ്റ്സ്. ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ ഏജൻറ്റുമാരുടെ ലിസ്റ്റ് ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് ഇൻഷുറൻസ് ഏജൻറ്റ്. മാത്രമല്ല ഇതൊക്കെ നിയമപരമായിട്ട് കീപ്പ് ചെയ്യേണ്ട ബുക്കാണ്. അതർ സബ്സിഡറി ബുക്സും ഉണ്ട്, അതായത് ഇതിന് പുറമെ അവർക്ക് മറ്റ് ക്യാഷ് അക്കൗണ്ട് പോലെയുള്ള ക്യാഷ് ബുക്ക് പോലെയുള്ള മറ്റ് ലെഡ്ജർ ബുക്സും അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി കീപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, പ്രീമിയം. നമുക്കറിയാം ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ഇൻകമാണ് പ്രീമിയം, അതായത് ഇൻഷുറൻസ് എടുത്ത ആൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതാണ് പ്രീമിയം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് കൊടുക്കണം? പ്രീമിയം അടയ്ക്കണം. സോ പ്രീമിയം ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി ഇൻ റിട്ടേൺ ഓഫ് ദി ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിന് പകരം ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ആ ഒരു ഇൻകമാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയം ഒരു ഇൻകമാണ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രീമിയത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്. ഇപ്പോൾ പ്രീമിയം റിസീവ്ഡ് 42 lakh, 2016-17 ഫിനാൻഷ്യൽ ഇയറിൽ 42 lakh റുപ്പീസ് പ്രീമിയം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ഇനി പറയുന്ന ഐറ്റംസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ കണക്കിൽ നോക്കേണ്ടത്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഇപ്പോൾ 31/3/2017 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ്. കാരണം 2017 മാർച്ച് ആകുമ്പോഴും ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആവും. അപ്പോൾ എന്ന് സ്റ്റാർട്ട് ചെയ്യും? 2016 April 1 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് പ്രീമിയം, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം കിട്ടാനുണ്ട്, വർഷത്തിൻ്റെ അവസാനം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ വർഷത്തെ തന്നെയാണ്. ഒരു വർഷത്തിൻ്റെ അവസാനം പ്രീമിയം കിട്ടാനുണ്ട് എന്ന് പറയുന്നത് അതേ വർഷത്തെ പ്രീമിയം തന്നെയാണല്ലോ. അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെമസ്റ്റർ ഫീ, ആ സെമസ്റ്ററിൻ്റെ അവസാനം സെം ഫീ അടയ്ക്കാനുണ്ടെന്ന് പറയുന്നത് അതേ സെമസ്റ്ററിൻ്റെ ഫീസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഒരു വർഷത്തിൻ്റെ അവസാനം പ്രീമിയം കിട്ടാനുണ്ട് എന്ന് പറയുന്നത് അതേ വർഷത്തെ പ്രീമിയം തന്നെയാണ്. സോ നമ്മളത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അടുത്ത രണ്ടാമത്തത് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പ്രീമിയം മുൻകൂട്ടി കിട്ടി, വർഷത്തിൻ്റെ അവസാനമാണ് 31/3/2017 പ്രീമിയം മുൻകൂട്ടി കിട്ടി. ഇപ്പോൾ മുൻകൂട്ടി കിട്ടുന്നത് എപ്പോഴത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും? അടുത്ത വർഷത്തേക്കുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഈ വർഷത്തേക്കുള്ളതല്ല. സോ ലെസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം കിട്ടാനുണ്ട് എപ്പോഴാണ്? വർഷത്തിൻ്റെ തുടക്കത്തിൽ. വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രീമിയം കിട്ടാനുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രീമിയമാണ്. ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രീമിയം കിട്ടാനുണ്ട്. ഫോർ എക്സാമ്പിൾ സെമസ്റ്റർ 4 സ്റ്റാർട്ടിങ്ങിൽ ഫീസ് പെൻഡിങ് ആണ് എന്ന് പറയുന്നത് സെമസ്റ്റർ 3 ഫീസായിരിക്കും. ഓക്കെ, ഇതേപോലെ വർഷത്തിൻ്റെ തുടക്കത്തിൽ കിട്ടാനുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്താണ്. സോ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം, നമുക്ക് ഈ വർഷത്തേക്കുള്ളതല്ല. അടുത്തത് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി കിട്ടി. എന്നാ കിട്ടിയത്? ഈ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മുൻകൂട്ടി കിട്ടി. ഓക്കെ, ഒരു വർഷം തുടങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മൾ മുൻകൂട്ടി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അത് അതേ വർഷത്തേക്കുള്ളതാണ്. സോ ആഡ് ചെയ്യണം. ലൈക്ക് സെം 4 തുടങ്ങാൻ നേരത്ത് അതിൻ്റെ ഫീസ് ആദ്യമേ തന്നെ ഒരാൾ അടയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് സെം 4 തന്നെയാണ്. സോ എന്ത് ചെയ്യണം? സെം 4 എടുക്കണം. അതേപോലെ വർഷത്തിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ മുൻകൂട്ടി കിട്ടിയെന്ന് പറയുന്നത് അതേ വർഷത്തേക്കുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് റീ ഇൻഷുറൻസ് പ്രീമിയം. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി
നമ്മുടെ ഇൻഷുറൻസ് കമ്പനി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യണം? പ്രീമിയം മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കാരണം ഈ പ്രീമിയം നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരാൾ അടയ്ക്കുന്നതായിരിക്കും, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രീമിയം മേടിച്ചിട്ട് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ആ പ്രീമിയം അടച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്നൊരു ഇൻഷുറൻസ് കമ്പനി, അതുപോലെ ബി എന്ന് പറയുന്ന മറ്റൊരു ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി ഒരാൾ ഇൻഷുറൻസ് എടുത്തു. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്തു? എയിലോട്ട് പ്രീമിയം അടച്ചു. ഓക്കെ, എന്നാൽ എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി ഇതേ ഇൻഷുറൻസ് ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിലാണ് എടുത്തത്. അപ്പോൾ ഇദ്ദേഹം അടച്ചിരിക്കുന്ന ഈ പ്രീമിയം എമൗണ്ട് എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി മേടിച്ച് ഏത് കമ്പനിക്ക് കൊടുക്കും? ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയം, ആ റീ ഇൻഷുറൻസ് പ്രീമിയം മറ്റൊരു കമ്പനിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക്, അഥവാ എ എന്ന് പറയുന്ന നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ആ പ്രീമിയം ലഭിക്കത്തില്ല. നമ്മൾ റീ ഇൻഷുറൻസ് ആയിട്ട് വേറെ ഏത് കമ്പനിയിൽ നിന്നാണോ റീ ഇൻഷുറൻസ് എടുത്തത് അതേ കമ്പനിക്കായിരിക്കും എന്ത് കിട്ടുന്നത്? ആ ഒരു പ്രീമിയം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഒരാളുടെ ഇൻഷുറൻസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ട് അയാളുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കാതെ വേറൊരു കമ്പനിയെ ഏൽപ്പിക്കുന്ന പ്രോസസ്സാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡബിൾ ഇൻഷുറൻസ്? ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കാര്യം തന്നെ രണ്ട് കമ്പനിയിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻഷുറൻസ് ആണ്. ഓക്കെ, മറ്റൊന്ന് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. അതായത് നമ്മളെന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഫോർ എക്സാമ്പിൾ, നമ്മൾ എ എന്ന് പറയുന്നൊരു ഇൻഷുറൻസ് കമ്പനിയാണ്. നമ്മൾ ഒരാളുടെ ഇൻഷുറൻസ് എടുത്തു. ഫോർ എക്സാമ്പിൾ, രജിത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഇൻഷുറൻസ് നമ്മൾ എടുത്തു, എ എന്ന് പറയുന്ന കമ്പനി എടുത്തു. എന്നിട്ട് ഈ രജിത്തിൻ്റെ ഈ ഇൻഷുറൻസ് നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കാതെ വേറൊരു കമ്പനിയിലോട്ട് കൊടുത്തു. അഥവാ നമ്മൾ റീ ഇൻഷുറൻസ് ചെയ്തു, ബി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ രജിത്ത് നമുക്ക് പ്രീമിയം അടയ്ക്കും എങ്കിൽ നമ്മൾ ആ പ്രീമിയം മേടിച്ച് അടുത്ത കമ്പനിക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ ആക്ച്വലി ആ പ്രീമിയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് നമ്മൾ റീ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു ഇൻഷുറൻസ് പിടിച്ച് മറ്റൊരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അവരെന്ത് തരും? കമ്മീഷൻ തരും. സോ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു കമ്പനിക്ക് ഇൻഷുറൻസ് പിടിച്ച് കൊടുക്കുമ്പോൾ ആ കമ്പനി നമുക്ക് കമ്മീഷൻ തരും, അതൊരു ഇൻകമാണ്. ഇനി കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, മറ്റൊരു കമ്പനി നമുക്ക് ഇതേപോലെ ഇൻഷുറൻസ് ഇങ്ങോട്ടാണ് തരുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് കമ്മീഷൻ കൊടുക്കേണ്ടി വരും അവർക്ക്. അതാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. അതൊരു എക്സ്പെൻഡിച്ചറാണ്. നെക്സ്റ്റ് നമുക്കിനി നോക്കാനുള്ളത് ക്ലെയിമാണ്. ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് എടുത്ത ആൾക്ക് കൊടുക്കാനുള്ള എമൗണ്ടാണ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ക്ലെയിം കൊടുക്കുന്നത്? ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരാൾ ഇൻഷുറൻസ് എടുത്ത ആൾ മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പയറി, ആ ഇൻഷുറൻസ് പോളിസി എക്സ്പയർ ആവുന്ന സമയത്തോ രണ്ടിലേതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? ക്ലെയിം കൊടുക്കണം. അതല്ല മറ്റെന്തെങ്കിലും ജനറൽ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്, ലൈക്ക് ഇപ്പോൾ ഫയർ ഇൻഷുറൻസ് അല്ലെങ്കിൽ മറൈൻ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ, മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അപകടം നടക്കുന്ന സമയത്ത്, നടന്നു കഴിഞ്ഞാൽ ആ സമയത്താണ് എന്ത് കൊടുക്കേണ്ടത്? ക്ലെയിം കൊടുക്കേണ്ടത്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരാൾക്ക് അസുഖം വരുന്ന സമയത്താണ് അതിൻ്റെ ക്ലെയിം കൊടുക്കേണ്ടത്. അതുപോലെ നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ വെഹിക്കിളിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴാണ് ക്ലെയിം കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് പറയുമ്പോൾ ക്ലെയിം ഈസ് ആൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്നല്ല എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ ഒരു കണക്കൊന്ന് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ, മൊത്തം ക്ലെയിം എന്ന് പറയുന്നത് 32 ലാക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടാനും കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കാനും ഉണ്ടാവും. നമുക്ക് ആദ്യം അത് ഡിസ്കസ് ചെയ്യാം. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, വർഷത്തിൻ്റെ തുടക്കത്തിൽ ക്ലെയിം കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേതാണ് അല്ലേ? ഒരു വർഷത്തിൽ നമ്മൾ പ്രീമിയം പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ക്ലെയിം കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തേക്കുള്ളതല്ല. സോ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. രണ്ടാമത്, അപ്പോൾ ഇത് ലെസ് ചെയ്യണം. രണ്ടാമത് റീ ഇൻഷുറൻസ് ക്ലെയിം. ഓക്കെ,
നമുക്കറിയാം റീ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് നമ്മളല്ല കൊടുക്കേണ്ടത്. കാരണം നമ്മൾ മറ്റൊരു കമ്പനിയിൽ നമ്മൾ ഇൻഷുറൻസ് ഏൽപ്പിച്ചു. അപ്പോൾ ക്ലെയിം കൊടുക്കേണ്ട ആരാണ്? ആ ഏൽപ്പിക്കപ്പെട്ട കമ്പനിയാണ്. അത് നമ്മളല്ല കൊടുക്കേണ്ടത്. സോ റീ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. അടുത്ത എക്സ്പെൻസ് ഓൺ ക്ലെയിം, തീർച്ചയായും ക്ലെയിമിൻ്റെ കൂടെ കൊടുക്കേണ്ട കാര്യം തന്നെയാണ് എക്സ്പെൻസ്. അപ്പോൾ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമാണ് അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലെയിം ഇൻറ്റിമേറ്റഡ് ആൻഡ് അക്സെപ്റ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. അപ്പോൾ ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്തു, അതായത് ക്ലെയിം കൊടുക്കാനുണ്ടെന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടി, നമ്മളത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. ബട്ട് നോട്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, വർഷത്തിൻ്റെ അവസാനമാണ് നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് ഈ വർഷത്തെ ഉള്ളത് തന്നെയാണ്, സോ അത് കൊടുക്കേണ്ടത് തന്നെയാണ്. സോ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി അടുത്തത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് അക്സെപ്റ്റഡ്. നമ്മൾ ക്ലെയിം കൊടുക്കണം എന്നുള്ളൊരു ഇൻറ്റിമേഷൻ നമുക്ക് കിട്ടി, നമ്മളത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ വർഷത്തിൻ്റെ അവസാനമുള്ളതാണ്, അതായത് ഈ വർഷം തന്നെ കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മളത് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ക്ലെയിം കൊടുക്കണം എന്നുള്ളൊരു സൂചന കിട്ടി, നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ എന്തായാലും കൊടുക്കണം. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ അവസാന ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ അത് ഈ വർഷത്തേക്കുള്ളത് തന്നെയാണ്. സോ അതെല്ലാം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ക്ലെയിം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്സ്പെൻസാണ്. ഓക്കെ, ക്ലെയിം എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. അപ്പോൾ എക്സ്പെൻസിൻ്റെ റൂൾ എന്ന് പറയുന്നത് എക്സ്പെൻസ് വരുംതോറും നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. അതായത് ക്ലെയിം കൂടുന്തോറും ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഈ രണ്ട് കാര്യങ്ങൾ, അവസാനത്തെ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കൂടുന്ന കാര്യങ്ങളാണ്. ക്ലെയിം ഇൻറ്റിമേറ്റഡ് ആൻഡ് അക്സെപ്റ്റഡ്, ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് അക്സെപ്റ്റഡ്. ഇത് രണ്ടും ക്ലെയിം എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുന്ന ഐറ്റംസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പെൻസ് കൂടുന്തോറും അതിനെ നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്, അഥവാ ക്ലെയിമിനെ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നേരെ തിരിച്ച് എക്സ്പെൻസ് കുറയുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ക്ലെയിമിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഈ ക്ലെയിം ഇൻറ്റിമേറ്റഡ് ആൻഡ് അക്സെപ്റ്റഡും ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് അക്സെപ്റ്റഡും ഇത് രണ്ടും എന്ന് പറയുന്നത് ആക്ച്വലി ക്ലെയിം കൂടുന്ന കാര്യമാണ്, ക്ലെയിം കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ക്ലെയിമിനെ ഡെബിറ്റ് ചെയ്യുക. ജേർണൽ എൻട്രിയിൽ ക്ലെയിം അക്കൗണ്ട് ഡെറ്റർ ടു, അതിൻ്റെ റീസൺ എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ്. ടു എന്താ? ക്ലെയിം ഇൻറ്റിമേറ്റഡ് ആൻഡ് അക്സെപ്റ്റഡ്, അതുപോലെ ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് അക്സെപ്റ്റഡ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ജേർണൽ എൻട്രി പറയുകയാണ്. ക്ലെയിം കൂടുന്ന കാര്യങ്ങളിൽ ക്ലെയിം തന്നെ ഡെബിറ്റായിട്ട് വരും, അതിൻ്റെ റീസണെ ക്രെഡിറ്റ് ചെയ്യും. ക്ലെയിം കുറയുന്ന കാര്യങ്ങളിൽ ക്ലെയിം ക്രെഡിറ്റ് ആയിട്ട് വരും, അതിൻ്റെ റീസണെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ടാമത്തെ എൻട്രി ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. നമുക്കറിയാം വർഷത്തിൻ്റെ തുടക്കത്തിലായതുകൊണ്ട് കഴിഞ്ഞ വർഷത്താണ് നമ്മൾ ലെസ് ചെയ്യുമെന്ന് പറഞ്ഞു. ലെസ് ചെയ്യുമ്പോൾ ക്ലെയിമിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെ വരും? ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെറ്റർ ടു ക്ലെയിം. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് വരുന്നത്. റീ ഇൻഷുറൻസും ഇതേപോലെ തന്നെ ക്ലെയിം കുറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മറ്റൊരു കമ്പനിയാണ് നമുക്ക് ആ ക്ലെയിം തരുന്നത്, അപ്പോൾ നമ്മുടെ ക്ലെയിം കുറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ക്ലെയിമിനെ ക്രെഡിറ്റ് ചെയ്യണം, റീ ഇൻഷുറൻസിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഈ രീതിക്കാണ് ജേർണൽ എൻട്രീസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. സോ നെക്സ്റ്റ്, ആന്യൂറ്റി, അതായത് ആനുവൽ എമൗണ്ട് പെയ്ഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഫൈനൽ എമൗണ്ടാണ്, അല്ലെങ്കിൽ വർഷാവർഷം കൊടുക്കുന്ന എമൗണ്ടാണ് ആന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇൻഷുറൻസ് കമ്പനിയുടെ എന്ത് തന്നെയാണ്? ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ബെനഫിറ്റ്. ഇൻഷുറൻസ് കമ്പനി ഏതൊക്കെ ബെനഫിറ്റുകൾ കൊടുക്കും? ക്ലെയിം, ആന്യൂറ്റി പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഷുറൻസ് കമ്പനി, ബോണസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ബെനഫിറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അടുത്ത സറണ്ടർ ഓഫ് പോളിസി. ഒരാൾ അയാളുടെ ഇൻഷുറൻസ് പകുതി വെച്ച് നിർത്തുകയാണ്, അവരുടെ പോളിസി വേണ്ടാന്ന് വയ്ക്കുകയാണ്. അതാണ് സറണ്ടർ ഓഫ് പോളിസി. അപ്പോൾ ആക്ച്വലി സറണ്ടർ ഓഫ് പോളിസി വരുന്ന സമയത്ത് ഇയാൾക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെയുള്ള എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1,00,000 രൂപയാണ് ഇദ്ദേഹത്തിന് ഫുള്ള് കിട്ടേണ്ടിയിരുന്നത്. ഇപ്പോൾ 1,00,000 രൂപ കിട്ടണമെങ്കിൽ മൊത്തത്തിൽ ഇദ്ദേഹം 10 പ്രീമിയങ്ങൾ അടയ്ക്കണമായിരുന്നു. അതായത് വർഷാവർഷമോ അല്ലെങ്കിൽ മാസാമാസമോ ഒക്കെ പ്രീമിയം അടയ്ക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഫോർ എക്സാമ്പിൾ 5 എണ്ണേ അടച്ചിട്ടുള്ളൂ, അഥവാ പകുതി അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ആക്ച്വലി കിട്ടേണ്ടിയിരുന്നത് 1,00,000 റുപ്പീസാണ്. ഓക്കെ, ഈ 1,00,000 റുപ്പീസ് കിട്ടണമെങ്കിൽ ഇദ്ദേഹം എത്ര അടയ്ക്കണം? 10 പ്രീമിയങ്ങൾ അടയ്ക്കണമായിരുന്നു. എന്നാൽ എത്ര അടച്ചിട്ടുള്ളൂ? 5 അടച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 1,00,000ത്തിൻ്റെ പകുതി മാത്രമേ ഇദ്ദേഹത്തിന് കിട്ടൂ. കാരണം 10 അടയ്ക്കേണ്ട സ്ഥാനത്ത് അതിൻ്റെ പകുതിയായ 5 അടച്ചിട്ടുള്ളൂവെങ്കിൽ 1,00,000 കിട്ടേണ്ട സ്ഥാനത്ത് അതിൻ്റെ പകുതിയായ 50,000 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? അതായത് പെയ്ഡ് അപ്പ് വാല്യൂ
കിട്ടേണ്ട വാല്യൂ ഇൻറ്റു പ്രീമിയം പെയ്ഡ് ഡിവൈഡഡ് ബൈ പ്രീമിയം പേയബിൾ. ഓക്കെ, സോ പെയ്ഡ് അപ്പ് വാല്യൂ ഇൻറ്റു പ്രീമിയ പെയ്ഡ് ഡിവൈഡഡ് ബൈ പ്രീമിയ പേയബിൾ. അപ്പോൾ പ്രീമിയ എന്നുള്ള വേർഡ് നമുക്കറിയാം, അതിൻ്റെ സിംഗുലർ പ്ലൂറൽ വേർഡ്സാണ്. അപ്പോൾ എത്ര അടച്ചു അതിന് ആനുപാതികമായിട്ട് മാത്രമേ, എത്ര അടയ്ക്കാനുണ്ട് അതിൽ എത്ര അടച്ചു അതിന് ആനുപാതികമായിട്ട് മാത്രമേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ലഭിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ബോണസ്. സോ ബോണസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ് കമ്പനി ഇൻഷുവേർഡിന് നൽകുന്ന എമൗണ്ടാണ് ബോണസ് എന്ന് പറയുന്നത്. ബോണസ് ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അത് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ആൾക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ലാഭവിഹിതമായിട്ട് കൊടുക്കുന്നതാണ് ബോണസ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്? ക്യാഷ് ബോണസ്. എമൗണ്ട് ഈസ് ഇഫ് ദ ബോണസ് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ്, ക്യാഷിലാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ് ബോണസ്. റിവേഴ്ഷണറി ബോണസ്, അതായത് പ്രോഫിറ്റ് പേയബിൾ ആസ് ബോണസ് ടു ദ പോളിസി ഹോൾഡേഴ്സ് ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദി പോളിസി. അതായത് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എപ്പോഴാണ് കൊടുക്കുന്നത്? പോളിസി മെച്യൂർ ആവുന്ന സമയത്തായിരിക്കും കൊടുക്കുന്നത്. അതുവരെ ബോണസ് കൊടുക്കാതെ വെച്ചേക്കും. അവസാനം എക്സ്പയറി ഡേറ്റ് ആവുന്ന സമയത്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അടുത്ത ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അടയ്ക്കാനുള്ള പ്രീമിയത്തിൽ കുറവ് വരുത്തുന്നുവെങ്കിൽ അതാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. അടുത്ത ലൈഫ് അഷുറൻസ് ഫണ്ട് എന്നുള്ളൊരു വേർഡ് ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്, നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എന്തായാലും ഇൻഷുറൻസ് കമ്പനി എന്ത് കൊടുക്കണം? ക്ലെയിം കൊടുക്കണം. കാരണം എന്താ? ഇൻഷുറൻസ് പോളിസി, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം മരണപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന സമയത്തോ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് ക്ലെയിം എന്തായാലും കൊടുത്തേ പറ്റും. കാരണം ഈ രണ്ടിലെങ്കിലും ഒരു ഇവൻ്റ് എന്തായാലും സംഭവിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി ആ ഒരു ഫണ്ടിലേക്ക് ക്യാഷ് മാറ്റി വയ്ക്കും. ആ ഫണ്ടാണ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ലൈഫ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി കീപ്പ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ്, ഫണ്ടാണ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ബാങ്കിങ് കമ്പനിയെ പോലെയോ അല്ലെങ്കിൽ സാധാരണ കമ്പനിയെ പോലെയോ അല്ല, ഇൻഷുറൻസ് കമ്പനിക്ക് 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന് റവന്യൂ അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മറ്റൊന്ന് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്തിനാണ് റവന്യൂ അക്കൗണ്ട്? അതായത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകവും എക്സ്പെൻസും കാണിക്കുന്ന അക്കൗണ്ടാണ് റവന്യൂ അക്കൗണ്ട്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാത്ത ബാക്കിയുള്ള ലാഭവും നഷ്ടവുമാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇൻഷുറൻസിൽ നിന്നുള്ള ലാഭം നമ്മൾ ആദ്യം കണക്കൂട്ടും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോർമാറ്റിലോട്ട് പോവാം. സോ റവന്യൂ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻകമാണ് അതിനകത്ത് ആദ്യം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ റവന്യൂ അക്കൗണ്ട് നമ്മുടെ സാധാരണ കമ്പനിയുടെ അക്കൗണ്ട് പോലെയോ ബാങ്കിങ് കമ്പനിയുടെ അക്കൗണ്ട് പോലെയോ അല്ല. 3 അക്കൗണ്ടുകളാണ് ഇൻഷുറൻസ് കമ്പനിക്ക് വരുന്നത്: റവന്യൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ റവന്യൂ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകവും എക്സ്പെൻസും കാണിക്കുന്ന അക്കൗണ്ടാണ്. ബാക്കിയുള്ള ഇൻകവും എക്സ്പെൻസും കാണിക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, സോ റവന്യൂ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി വിച്ച് ഷോസ് ഇൻഷുറൻസ് റിലേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാം ഫസ്റ്റ് അപ്പോൺ ഇൻകമാണ് ആദ്യം കാണിക്കുന്നത്, പിന്നീട് എക്സ്പെൻസ് ആണ് കാണിക്കുന്നത്. അതിനുശേഷം ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസുകളെല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർപ്ലസ് ഓർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം സർപ്ലസ് എന്നുള്ള ടേമാണ്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം കാണിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇൻകം ഏരിയയാണ്. രണ്ടാമത് കാണിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എക്സ്പെൻസാണ്. സോ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറയുമ്പോൾ ലാഭത്തിന് പറയുന്ന മറ്റൊരു പേരാണ്, ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നഷ്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഇൻകം കാണിക്കുന്ന ഏരിയയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന മെയിൻ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ആ പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയം ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 1, 2, 3, 4 മൊത്തം 4 ഷെഡ്യൂൾസാണ് ഇവിടെ ഉള്ളത്. ഈ ഷെഡ്യൂൾ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോർമാറ്റിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം ഏൺഡ്. ഈ പ്രീമിയം ഏൺഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ പ്രീമിയം കിട്ടിയിരിക്കുന്നത് അത് കാണിക്കുക, എ പ്രീമിയം. രണ്ടാമത് റീ ഇൻഷുറൻസ് സീഡഡ്.
ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിച്ചാൽ ഈ പ്രീമിയം നമുക്ക് കിട്ടത്തില്ല, അത് ആ ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നതല്ല, സോ ലെസ് ചെയ്യണം. ഓക്കെ, ദെൻ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്, മൂന്നാമത്തെ ഐറ്റം റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. അപ്പോൾ ഈ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറയുന്നത് മറ്റുള്ള കമ്പനി നമുക്ക് ഇൻഷുറൻസ് ഇങ്ങോട്ട് തന്നു, അത് കാരണമായിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രീമിയം കൂടെ കിട്ടും. അപ്പോൾ ആ പ്രീമിയം എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ പ്രീമിയം അതിൽ നിന്ന് റീ ഇൻഷുറൻസ് സീഡഡ് ലെസ് ചെയ്യണം, റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, സോ നമ്മുടെ ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട തുക നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റവന്യൂ അക്കൗണ്ടിലോട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവയെല്ലാം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇൻകവും, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻകവും എടുത്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ ടോട്ടലാണ്. ഓക്കെ, രണ്ടാമത്തത് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻസ്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്മീഷൻ, ഷെഡ്യൂൾ നമ്പർ 2 വരുന്നുണ്ട്, നമ്മൾ കൊടുക്കേണ്ട കമ്മീഷൻ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഇപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എക്സ്പെൻസ് ലൈക്ക് സാലറി പോലെയുള്ള എക്സ്പെൻസുകൾ, ദെൻ അതർ എക്സ്പെൻസ്, ദെൻ പ്രൊവിഷൻസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ബി കിട്ടി. അവിടെ കൊണ്ട് തീരുന്നില്ല ഇൻഷുറൻസ് കമ്പനിയുടെ എക്സ്പെൻസ്. ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് കൊടുക്കണം? ക്ലെയിം കൊടുക്കണം, അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് പെയ്ഡ്. സോ ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡാണ്. അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡും ഒരു എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡിനകത്ത് എന്തൊക്കെ വരും? നേരത്തെ പറഞ്ഞു, ക്ലെയിം വരും. മെയിനായിട്ട് ഇൻഷുറൻസ് കമ്പനി എന്താ കൊടുക്കുന്നത്? ക്ലെയിമാണ് കൊടുക്കുന്നത്. പിന്നെ എന്ത് വരും? ബോണസ് കൊടുക്കണം, ആന്യൂറ്റി കൊടുക്കണം. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ബെനിഫിറ്റ്സ് പെയ്ഡായിട്ട് വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബിയും അതുപോലെ തന്നെ ഈ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ കിട്ടുന്ന സിയും, ഇത് രണ്ടും എന്നു പറയുന്നതാണ് എക്സ്പെൻസാണ്. ഓക്കെ, അപ്പോൾ കമ്മീഷൻ അതുപോലെ ബെനിഫിറ്റ്സ് പെയ്ഡ് ഇതെല്ലാം എക്സ്പെൻസാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഷെഡ്യൂൾ നമ്പർ ഏതൊക്കെയാണ്? പ്രീമിയംസ് ആൻഡ് കമ്മീഷൻ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ബെനിഫിറ്റ്സ് പെയ്ഡ്. വളരെ സിമ്പിളാണ്. ഈ 4 ഐറ്റംസ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് സി ആയിട്ട് വരുന്നത്. ദെൻ സർപ്ലസ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ടോട്ടൽ ഇൻകത്തിൽ നിന്നും ബിയും സിയും കുറയ്ക്കുന്നതാണ് സർപ്ലസ്, അല്ലേ? അഥവാ ടോട്ടൽ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസായ കമ്മീഷൻ്റെ എക്സ്പെൻസും അതുപോലെ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ എക്സ്പെൻസും എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടും. അപ്പോൾ ഇൻകം കൂടി നിന്നാൽ സർപ്ലസും, ഇൻകം കുറഞ്ഞു നിന്നാൽ മൈനസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഡെഫിസിറ്റുമാണ്. ഓക്കെ, അത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള അപ്രോപ്രിയേഷൻസ്, അതായത് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതർ റിസർവ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് എടുക്കുക. ബാക്കിയുള്ളത് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിൻ്റെ ബാക്കിയുള്ളത് അടുത്ത അക്കൗണ്ടിലോട്ട്, അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളെ റവന്യൂ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ബാലൻസ് വെച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഇത്. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ടെക്നിക്കൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി റവന്യൂ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ബാലൻസാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇപ്പോൾ ഇൻകം ഫ്രം ബാക്കിയുള്ള ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടാതെ നിൽക്കുന്ന ഇൻകം എല്ലാം കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ആ ഇൻകം എല്ലാം എടുക്കുക. ദെൻ എക്സ്പെൻസ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, എക്സ്പെൻസ് അതർ ദാൻ ദോസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസുകളാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ബന്ധമുള്ള എക്സ്പെൻസുകൾ എവിടെ എടുക്കേണ്ടത്? അതെടുക്കേണ്ടത് റവന്യൂ അക്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിന് ഷെഡ്യൂൾ നമ്പർ ഒന്നും തന്നെ ഇല്ല. ശ്രദ്ധിക്കണം, ഷെഡ്യൂൾ നമ്പർ ഒന്നും തന്നെ ഇല്ല. ആദ്യത്തെ 4 ഷെഡ്യൂൾസ് എവിടെ വരും? റവന്യൂ അക്കൗണ്ടിൽ വരും. ഇവിടെ ഷെഡ്യൂൾ നമ്പർ ഒന്നും തന്നെ ഇല്ല. സോ ഈ ഇൻകം എല്ലാം എടുക്കുന്നു, എക്സ്പെൻസ് എടുക്കുന്നു. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമ്മൾ കമ്പനിയുടെ ഫോർമാറ്റൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ്. അതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിലോട്ട് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ ഫോർമാറ്റ് എഴുതുമ്പോൾ ആദ്യം ലയബിലിറ്റീസ്, രണ്ടാമത് അസറ്റ്സ് എന്ന രീതിക്കാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എഴുതുന്നതെങ്കിൽ
ഇവിടുത്തെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാം, സോഴ്സസ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ടുമാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എവിടെ മാത്രമേ ഉള്ളൂ? ഇൻഷുറൻസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ മാത്രമേ ഉള്ളൂ. കമ്പനിയുടേതിലില്ല, അതുപോലെ നമ്മുടെ ബാങ്കിങ് കമ്പനിയുടേതിലും ഇല്ല. ഓക്കെ, അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഫണ്ട് നമുക്ക് കിട്ടിയത്. നമ്മൾ മിക്കവാറും കടമെടുത്തിട്ടോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നുള്ള കളക്ട് ചെയ്ത എമൗണ്ടോ, അതായത് ഷെയർ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് സോഴ്സ് വരുന്നത്. അതായത് ലയബിലിറ്റിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. സോ അവിടെ വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ദെൻ ബോറോയിങ്സ്, ഓക്കെ, ആ രീതിക്കാണ് ഷെഡ്യൂൾസ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 4 ഷെഡ്യൂൾ റവന്യൂ അക്കൗണ്ടിലും അതിനുശേഷമുള്ള ഷെഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലുമാണ്. ഇടയ്ക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്തില്ല, ഷെഡ്യൂൾസ് ഇല്ല. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഈ പൈസ നമ്മൾ എവിടെ ചിലവഴിച്ചു? നമുക്കറിയാം, നമുക്ക് അസറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പൈസ ചിലവഴിക്കണം അല്ലേ. അസറ്റിന് പകരമുള്ളൊരു വേർഡാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, പോളിസി ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻഷുറൻസ് പോളിസി എടുത്തവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ രീതിക്കാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ലോൺ, നമ്മൾ കൊടുത്ത ലോണാണ് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. സോ ഈ ഷെഡ്യൂൾസ് എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കറണ്ട് ലയബിലിറ്റി, പ്രൊവിഷൻ, ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന രീതിക്കും വരുന്നുണ്ട്. സോ അപ്പോൾ ഈ സോഴ്സസ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും നമ്മൾ അസറ്റും ലയബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, സോഴ്സസ് ഓഫ് ഫണ്ടായിട്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടും അവ എഴുതുക, ഷെഡ്യൂൾസ് എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. ആ രീതിക്ക് വേണം ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.